അതെ ഗൈസ്, ഇത് ഞങ്ങളെ അമ്മുക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൾ 6ാമത്തെ ബർത്ത്ഡേ. ഇന്ന് നമ്മൾ പൊളിക്കും. അപ്പോൾ ഷാർജയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഇവിടെ നിന്ന് പോയാലേ ബർത്ത്ഡേ പാർട്ടിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതും അങ്ങ് അബുദാബിയിൽ. പിന്നെ പോണ വഴിക്ക് നമ്മളെ കരിമാക്കാനും കൂട്ടാനുണ്ട്. വേറെ ആരും അല്ല, എൻ്റെ അപ്പച്ചനെയാണ്. ഒന്ന് ക്യാമറയിൽ നോക്കി ചിരിക്കടാന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാണാൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണേ. ഇതിനൊക്കെ എന്താ പറയാ. പിന്നെ ഇന്റേതല്ല മുതലേ, ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പൊ നേരം കറക്റ്റ് 9:30 കേട്ടാ. എടീറ്റാല് ഇപ്പൊ നേരെ ഉച്ചയാണ് ആവണത്. ഇവിടെ ഇപ്പൊ രാവിലെ ഇല്ല ഗൈസ്, വെറും ചൂടാണ്. നിങ്ങളെന്താ എല്ലാ വീഡിയോയിലും റോഡ് മാത്രം കാണിച്ചെന്ന് ആരും പരാതി പറഞ്ഞേക്കാണ്ട് ഇങ്ങോട്ട് വരണ്ട. ആകെ 10 മിനിറ്റ് വീഡിയോ ഞാൻ ഇടുള്ളൂ. അതില് ഷാർജയും ദുബായും അബുദാബി 3 എമിറേറ്റ്സാണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വേറെ ഏത് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയണേ. ലാസ്റ്റ് വീഡിയോയില് ഞാനൊരു സർപ്രൈസ് വീഡിയോ അയക്കാരനെ അടുത്തത് ഇടുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആ സർപ്രൈസ് വീഡിയോ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇത് പറഞ്ഞാണ്ട് വീട്ടുകാരനെ എന്നെ കളിയാക്കാണ്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ പെട്ടെന്ന് ഇടാം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി, അതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ പിന്നെ ഇപ്പൊ എന്താ വീഡിയോ ഇട്ടത്. അപ്പൊ ഇനി മുതൽ എന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നമ്മൾ ദുബായ് മങ്കൂലിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആ താരം. അന്നിപ്പോൾ എന്താ ഈ മനസ്സിന് പറ്റിയത്? സാധാരണ ഭയങ്കര ഗ്ലാമർ ആവുമല്ലോ. ചിലപ്പോൾ ഒന്ന് ഫസ്റ്റത്തെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ, കുറച്ച് പക്വതിയിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം. ഈ കുട്ടിക്ക് പിന്നെ ദീദിന്റെ അടുത്ത് പോകണമെന്ന് തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട. തിന്നാനല്ലേ പോണ്ടത്, ചിലപ്പോൾ അതാവും. അത്ര പെട്ടെന്ന് അബുദാബിയിലെത്തിയ മുസഫ MBZലാണ് ദീദിന്റെ വീടുള്ളത്. ദീദി എന്ന് പറഞ്ഞാല് എന്റെ താത്ത. ഓളെ കുട്ടീന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ പോണത്. ഇപ്പോ നമ്പർ 2 ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ആ കുട്ടിക്ക് ഉപ്പപ്പാന്റെ വക, ഹാനിന്റെ വക എത്ര ഗിഫ്റ്റ് ആണുള്ളത്. ഏതായാലും പോയി നോക്കാം. ഓളെ ഫസ്റ്റ് റിയാക്ഷൻ എന്താന്ന് കാണാലോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അതെ, ഇതിങ്ങനൊന്നും അല്ല. പിന്നെ കൊടുക്കുന്ന ആൾക്ക് ഇതിനെ പറ്റി വല്ല ധാരണ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഏതായാലും ഒരു വിധത്തിലാണ് ഞാൻ രണ്ടാളേക്കൊന്നും ഗിഫ്റ്റ് അവിടെ വാങ്ങി വെച്ചത്. ഒരാളെ പറ്റി ഈ വീഡിയോയിൽ പിന്നെ പറയാതിരിക്കാനേ പറ്റൂല. ഇതാണ് നമ്മളെ ഷെൻഡോ നൂസിമ, ദീദിന്റെ 2ാമത്തെ കുട്ടിയാണ്. ദീദി എന്ന് പറയുമ്പോ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഞങ്ങള് തമ്മില്. ആകെ 2 വയസ്സ് ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ വന്ന സംഭവമാണല്ലോ. ഏതായാലും ഒരു 5-6 മണിക്കൂർ ഇതിന് മെനക്കെട്ടിട്ടുണ്ടാവും. എത്തിയതിനു ശേഷം ക്യാമറാമാന് ഞാനായതുകൊണ്ട് എനിക്ക് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ ഈ ട്രോഫിയും കൂടിയും എന്റെ മടിയിൽ വെച്ചിട്ടാണ് ഓള് പോയത്. ഇതിന്റെ മടിയിൽ വെച്ച് ഇരിക്കുമ്പോ വേറൊരു വൈബ് തന്നെയാണ്. ലാസ്റ്റ് ബഹളത്തിന്റെ ഇടയിൽ കുറേ കഴിഞ്ഞിട്ടാണ് അവളൊന്ന് ഉറങ്ങി കിട്ടിയത്. എന്നിട്ടാണ് ബാക്കി പണിക്ക് ഞാൻ പോയത് തന്നെ. പിന്നെ നമ്മള് മേമാരാകുമ്പോ ഈ പണിക്ക് നമ്മൾ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇതിന്റെ എഡിറ്റ് ചെയ്ത റീല് ഞാൻ വേറൊരു വീഡിയോ ആയി തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബർത്ത്ഡേന്റെ കേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത് അബുദാബിയിലുള്ള സവറി കൺഫെക്ഷൻ ബൈ റംഷി എന്നുള്ള പേജിൽ നിന്നാണ്. ഭയങ്കര രസമായിരുന്നു കേക്കൊക്കെ. എന്തായാലും എടുത്ത് പറയണം, ചോക്ലേറ്റ് സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു ദീദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ട് നന്നായിട്ട് അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഹോം ബേക്കേഴ്സിന്റെ ക്വാളിറ്റീനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ക്വാളിറ്റിയിൽ ഒരു കുറവും അവർ വരുത്തൂല. അതിന്റെ ഇടയിൽ കേക്ക് മുറി നടന്നു, ഗിഫ്റ്റ് കൊടുക്കൽ നടന്നു. ഏതായാലും വൻ സംഭവമായിരുന്നു അന്ന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. UAE നിൽക്കുമ്പോൾ നമ്മളെ വീക്കെൻഡ്സ് ആളൊക്കെ രസാക്കുന്നത് ഇതുപോലത്തുള്ള പാർട്ടീസും ഫാമിലി റിയൂണിയൻസ് ഒക്കെയാണ്. അല്ലാതെ ബോറടിപ്പിക്കാതെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ നമ്മളോട് പറയണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിശപ്പതിന്റെ മുതഞ്ഞാവസ്ഥയിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാറുണ്ടല്ലോ എന്ന് ഓർമ്മയെ വന്നത്. ഒന്നും നോക്കിയില്ല, ആരെയും തിരിഞ്ഞു നോക്കിയില്ല. ഫുഡ് അടിയായിരുന്നു എല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എഡിറ്റഡ് വീഡിയോ ഈ വീഡിയോന്റെ താഴെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടി പോയി കാണാം. പിന്നെ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതായി കാണുന്ന വ്യൂവേഴ്സൊക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷനും ലൈക്കും കമന്റൊക്കെ തരണം. അതാണ് നമുക്കുള്ള ആകെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.